നൂൽപ്പുഴ പഞ്ചായത്തിലെ വള്ളുവാടി പ്രദേശത്ത് താണ്ഡവമാടി മുട്ടിക്കൊമ്പൻ. ഇന്നലെ രാത്രിയിൽ കൃഷിയിടത്തിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. വയനാട് വടക്കനാട് പ്രദേശവാസികളെ ഭീതിയിലാക്കിയ മുട്ടിക്കൊമ്പനെ കണ്ടെത്തിയിരിക്കുകയാണ്. പച്ചാടിക്കും വള്ളുവാടിക്കും ഇടയിലുള്ള വനമേഖലയിലാണ് മുട്ടിക്കൊമ്പൻ ഉള്ളത്. ആനയെ മയക്കുവെടി വെക്കാൻ വെറ്റിനറി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുട്ടിക്കൊമ്പനെ കണ്ടെത്താനാകാതെ വനം വകുപ്പ്. വയനാട് വടക്കനാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൌത്യം തുടരുകയാണ്. ആനയെ ട്രാക്ക് ചെയ്താലേ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ആരംഭിക്കാൻ കഴിയും. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കാട്ടാനയായ മുട്ടിക്കൊമ്പനെ പിടികൂടാനായുള്ള ആ ദൌത്യം. ഇന്നും രാവിലെ 3:30 ആരംഭിച്ചതാണ്. എന്നാൽ കൃത്യസമയത്ത് അത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൌത്യം ഇന്നത്തെ ദൌത്യം കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. വടക്കനാട് കൊലയാളി കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൌത്യം പുനരാരംഭിക്കും. മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനായി ദൌത്യ സംഘം പ്രദേശത്ത് ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പനെ വനത്തിനോട് ചേർന്ന് കണ്ടെത്തി. 5 കുങ്കിയാനകളാണ് ദൌത്യത്തിലുള്ളത്. വയനാട് വടക്കനാടിനെ ഭീതിയിലാഴ്ത്തിയ കാട്ടാന ദൌത്യം വിജയം കണ്ടു. മുട്ടിക്കൊമ്പൻ മുട്ടുമടക്കിയത് 13ാം ദിവസമാണ്. കൊമ്പൻ ഇനി മുത്തങ്ങ ആനപ്പന്തിയിലുണ്ടാകും. വയനാട് വടക്കനാട് ഇറങ്ങിയ കാട്ടുകൊമ്പൻ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചു. ഇന്ന് രാവിലെയാണ് മുട്ടിക്കൊമ്പനെ വനംവകുപ്പ് സംഘം മയക്കുവെടി വെച്ചത്. 13 ദിവസത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ മുട്ടിക്കൊമ്പൻ കേരള വനംവകുപ്പിന്റെ പിടിയിലായി. മയങ്ങി വീണ ആനയെ കുങ്കിയാനകളുടെ സഹായത്താൽ ലോറിയിൽ കയറ്റി മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ 4 കുങ്കിയാനകൾ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ കുങ്കിയാനകളെ ഇങ്ങോട്ട് എത്തിക്കുന്ന ദൃശ്യങ്ങൾ, ഈ മയക്കുവെടി വെച്ച സ്ഥലത്തേക്ക് 2 വനംവകുപ്പ് എലിഫന്റ് ആംബുലൻസുകളിലായി എത്തിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഒരു 5:30 മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചത്. 12 ദിവസമായി ദൗത്യസംഘം 80ഓളം ആളുകൾ ഉൾപ്പെടുന്ന ദൗത്യസംഘം ഈ ആനയെ പിന്തുടരുകയായിരുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ് വടക്കനാട് ഒരാളെ കൊലപ്പെടുത്തിയതോടെയാണ് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. വർഷങ്ങളായി അവിടെ കൃഷി നശിപ്പിക്കുന്ന ഒരു ആനയാണ്. അതിനെയാണ് പിടികൂടാൻ തീരുമാനിച്ചത്. പക്ഷേ കുറേ ദിവസങ്ങളായി ദൗത്യസംഘത്തെ വലയ്ക്കുകയായിരുന്നു മുട്ടിക്കൊമ്പൻ. പലപ്പോഴും ദൗത്യസംഘം അടുത്തെത്തും, പലതവണ മയക്കുവെടി വെച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഈ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തുകൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈൽഡ് ലൈഫ് വാർഡൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, വെരി ഇന്റലിജന്റ് ആൻഡ് ഫാസ്റ്റ് മൂവിംഗ് ആനിമൽ ആൻഡ് ഹി നോസ് ദ ടെറിട്ടറി വെൽ എന്നാണ്. അതായത് ഈ സ്ഥലത്തെ കുറിച്ച് നല്ല ധാരണയുണ്ട്, എവിടെ പോയി ഒളിക്കണം എന്ന്, എവിടെ ഒളിക്കാൻ പറ്റും, എവിടെ വെള്ളമുണ്ട്, എവിടെ കാടുണ്ട് എന്നൊക്കെ കൃത്യമായ ധാരണയുള്ള ആനയാണ്. അതാണ് ഈ ദൗത്യം ദുഷ്കരമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മുത്തങ്ങ ആനപ്പന്തിയിലാണ് എത്തിക്കുക. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്തായാലും തൽക്കാലം ഇപ്പോൾ കുങ്കിയാനകളെ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി മുത്തങ്ങ ആനപ്പന്തിയിൽ വനംവകുപ്പിന്റെ ആന ക്യാമ്പിലാണ് എത്തിക്കുക. മോത്തി, ശരി. കുങ്കിയാനകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. മാത്രമല്ല, അവിടെ നിന്ന് എപ്പോഴേക്ക് മുട്ടിക്കൊമ്പനെ ഈ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും? ഈ കുങ്കിയാനകൾ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കോന്നി സുരേന്ദ്രൻ, അതുപോലെ വടക്കനാട് കൊമ്പൻ തുടങ്ങിയ കുങ്കിയാനകൾ, 4 കുങ്കിയാനകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു. അപ്പോൾ അവരെ കാട്ടിൽ കൂടി നടത്തിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ എലിഫന്റ് ആംബുലൻസ് എത്തിച്ച് അതിൽ കയറ്റി ഇങ്ങോട്ട് എത്തിക്കാൻ തീരുമാനിച്ചത്. ഇനി വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ആന മയങ്ങുന്നതിനനുസരിച്ച് ആനയെ തള്ളിക്കൊണ്ടുവന്ന് ഈ ലോറിയിൽ കയറ്റണം. അതിനുശേഷം എന്തായാലും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ മുത്തങ്ങയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദൗത്യസംഘത്തിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണ് കാട്ടിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് കൃത്യമായ വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. നമ്മളും ഈ കുങ്കിയാനകൾക്ക് പുറകെ അങ്ങോട്ട് എത്തുകയാണ്. വടക്കനാട് എത്തിക്കഴിഞ്ഞു. ഇനി ആ മേഖലയിലേക്ക് എത്തണം. അവിടെ പ്രത്യേകമായി നിർമ്മിച്ച ആനക്കൂട്ടിലായിരിക്കും ഇനിയുള്ള കുറച്ചു ദിവസം മുട്ടിക്കൊമ്പന് കഴിയേണ്ടി വരിക. വയനാട് വടക്കനാട് മേഖലയിൽ ഒരു കർഷകനെ കൊലപ്പെടുത്തിയ മുട്ടിക്കൊമ്പനെ പിടികൂടണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് ആനയെ കഴിഞ്ഞ 12 ദിവസമായി പിടികൂടുവാൻ കേരള വനംവകുപ്പ് പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പലപ്പോഴും മയക്കുപിടി കൊണ്ടെങ്കിലും പിടികൊടുക്കാതെ മുട്ടിക്കൊമ്പൻ നിമിഷങ്ങൾക്കകം കാട്ടിലേക്ക് മറയുമായിരുന്നു. അതിബുദ്ധിമാനായ കാട്ടാനയാണ് മുട്ടിക്കൊമ്പൻ എന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വെറുതെയല്ല. ഈ കാടിന്റെ മുക്കുമൂലയും അവനറിയാം. പലപ്പോഴും കാടുകൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്ന മുട്ടിക്കൊമ്പനെ കണ്ടെത്തുക അതികഠിനമായിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്ന മുട്ടിക്കൊമ്പനെ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് താത്തൂർ സെക്ഷനിൽ ഓനച്ചൻ കവലയ്ക്ക് സമീപം വച്ച് മയക്കുവെടി വെച്ചത്. വെടികൊണ്ട മുട്ടിക്കൊമ്പൻ 200 മീറ്ററോളം ഓടിയിരുന്നു.
തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സമീപത്തെ ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ മയങ്ങിയ നിലയിൽ ആനയെ കണ്ടെത്തിയത്. തുടർന്ന് വടം കെട്ടി ആനയെ നിയന്ത്രണത്തിലാക്കിയ ശേഷം കുങ്കിയാനകളെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു. മുട്ടിക്കൊമ്പന്റെ ഇരുഭാഗത്തും ഓരോ ആനകളെ നിർത്തിയ ശേഷം പുറകുവശത്തായി കോന്നി സുരേന്ദ്രൻ മുട്ടിക്കൊമ്പന്റെ പിന്നിൽ നിന്നും മസ്തകം കൊണ്ട് ഇടിച്ചാണ് ലോറിയിൽ കയറ്റിയത്. ആനയെയും കൊണ്ടുള്ള ലോറി മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് എത്തുകയാണ്. നല്ല ആരോഗ്യവും ബുദ്ധിയുമുള്ള ഒരു ആനയാണ് മുട്ടിക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ആനകളെ കാട്ടിൽ വിട്ടുകളയാതെ കുങ്കി പരിശീലനം കൊടുത്ത് കേരള വനം വകുപ്പിന്റെ കുങ്കി സ്ക്വാഡിലെ ഒരു അംഗമാക്കി എടുക്കുകയാണ് വേണ്ടത്.